വീട് നല്ല ഉടുപ്പ് ഇങ്ങനെ ബ്ലാക്ക് ഉടുപ്പിന്റെ ബാക്കിലുണ്ടല്ലോ ഇങ്ങനെ ട്രയാങ്കിൾ. This is the item from Kutil. This is ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 2 കേട്ടോ, സ്കൂൾ തുറക്കാണ്. അപ്പോൾ ഇന്നത്തെ ദിവസങ്ങൾ കാണാം. ഇന്ന് പിള്ളേർക്കൊക്കെ ഭയങ്കര വിഷമമായിട്ടാണ്. അതിനേക്കാൾ കൂടുതൽ എനിക്ക് വിഷമമായിട്ടായിരിക്കണം. കാലത്ത് എണീക്കണം, കുറേ ഉത്തരവാദിത്തങ്ങൾ കൂടിയില്ലേ. അപ്പം അങ്ങനെ നമുക്ക് ഇന്നത്തെ പണിയിലേക്ക് കിടക്കാം കേട്ടോ. ഞാൻ 5:30 എഴുന്നേറ്റ് ബ്രഷ് ചെയ്യലൊക്കെ കഴിഞ്ഞു, അത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി കിച്ചണിലോട്ട് പോകണം. അതിന് മുന്നേ ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് പോകട്ടെ. ഇനി അപ്പം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പണി കൂടെ മുന്നത്തെ ഒരു റൂട്ടീനിലോട്ട് കിടക്കണം. ഇനി പുതിയൊരു റൂട്ടീൻ മേക്ക് ചെയ്യണം. കാരണം മുന്നത്തെ പോലെയല്ല, കുറച്ചും കൂടി എന്തെങ്കിലും ഞാനിപ്പോൾ വീഡിയോസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ കുറച്ചുകൂടി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് സെറ്റ് ചെയ്യണം. ഞാനൊരു ട്രാക്കിലോട്ട് വന്ന് വീണെങ്കിൽ ഒരാഴ്ച മിനിമം എടുക്കും. അത്രയേ ഉള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ. കുറേ നാളായിട്ടോ 5:30 എന്നുള്ളൊരു സമയമൊക്കെ കണ്ടിട്ട്. വെക്കേഷൻ ശരിക്കും പറഞ്ഞാൽ മക്കളെ പോലെ നമ്മളെയും മടിയന്മാരാക്കുന്നുണ്ടല്ലേ. എണീറ്റിട്ട് എനിക്ക് അങ്ങോട്ട് കിളി പോയ പോലെ കേട്ടോ ഞാൻ നടക്കുന്നത്. എനിക്ക് അങ്ങോട്ട് കണ്ണ് ഉണർന്നുണ്ടെങ്കിലും മനസ്സുണരാത്തൊരു അവസ്ഥയിലായിരുന്നേ. അപ്പം ഞാൻ ചിയാ സീഡിട്ട് വെള്ളം കുടിച്ചെന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഹെൽത്തി ആയിട്ടും കുറച്ച് സ്റ്റാർട്ട് ചെയ്യാം. എക്സസൈസ് എന്തായാലും ചെയ്യാൻ പറ്റില്ല ഈ സമയത്തൊന്നും. കാരണം അത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പിള്ളേരെ സ്കൂളിൽ വിടുന്ന ടൈം ആകുമ്പോഴേക്കും ആകെ ഹരി പറയോ. പിന്നെ ഞാൻ അത് കണ്ട് നേരത്തെ എണീക്കണം. അത്ര നേരത്തെ ഒന്നും എന്നെ കൊണ്ട് എണീക്കാൻ പറ്റില്ല. ചേട്ടൻ കാലത്ത് തന്നെ നടക്കാൻ പോയിണ്ടായിരുന്നു കേട്ടോ. 5:30 5:45 ആകുമ്പോൾ അപ്പുറത്തെ വിൽസേട്ടൻ്റെ കൂടെയാണ് കേട്ടോ ചേട്ടൻ പോവാറ്. അങ്ങനെ അവർ നടക്കാൻ പോയി. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇന്നാണെങ്കിൽ നല്ല തിരക്കുള്ള ദിവസം. ആദ്യം സ്കൂളിലേക്ക് കൊണ്ടുവന്നാക്കണം, കുറേ കാര്യങ്ങളുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഒരു സത്യം പറഞ്ഞെങ്കിൽ നല്ല വിഷമമായിട്ടാണ് ഞാൻ അന്ന് എഴുന്നേറ്റ കേട്ടോ. നമുക്ക് എന്തെങ്കിലും കുറേ പണികളിൽ അതൊക്കെ ചെയ്ത് തീർക്കണ്ടേ, നമ്മളെ കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുമോ എന്നുള്ളൊരു ആങ്സൈറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനത്തെ ഒരു ദിവസമാണ്. അപ്പം എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബോർഡ് ഇന്ന് ഫില്ല് ചെയ്യാൻ നിൽക്കുന്നത്. ഇതിവിടെ പണ്ട് ഇവിടെ കിടന്നിരുന്നതാണ്. അപ്പോൾ ആമി ഇത് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് എടുത്ത് കൊണ്ടുപോയി മാത്സ് പഠിക്കണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഇത് റീ ഓപ്പണിങ്ങിൻ്റെ ടൈം അപ്പോൾ ഞാൻ വീണ്ടും ഇത് ഇങ്ങോട്ട് കയറ്റിട്ടോ. അബ്ജണ്ണാണ് ഇത് കണ്ടുപിടിച്ച് കയറ്റി തന്നത്. അങ്ങനെ ഞാൻ കുറച്ച് മോട്ടിവേറ്റ് ആവട്ടെ എന്ന് കരുതിയിട്ട് അപ്പോൾ പിള്ളേർക്കൊക്കെ ഒരു ഓൾ ദ ബെസ്റ്റ് ഒക്കെ എഴുതി. പിന്നെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിൻ്റെ കാര്യം മാത്രമേ എനിക്ക് കാലത്ത് തന്നെ എൻ്റെ തലയിൽ ഉണ്ടാവുള്ളൂ. ഡിന്നറിനെ പറ്റി ഞാൻ ചിന്തിക്കുകയില്ല കേട്ടോ. പിന്നെ എന്തെങ്കിലും പിന്നെ ചാറുകറി, സാമ്പാർ പോലത്തെ, മീൻ കറി പോലത്തെ ഒക്കെ ഉണ്ട്. എന്തായാലും ഓഫ് കോഴ്സ് ചപ്പാത്തി തന്നെയായിരിക്കും. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എനിക്ക് അപ്പോൾ ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചു. ഇതൊന്നല്ലാട്ടോ ഇന്നത്തെ ദിവസം ചെയ്തു. ഇതിനേക്കാൾ അപ്പുറം കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്തായിരുന്നു. അതൊക്കെ ആക്സിഡൻ്റലി ഇപ്പോൾ കുറേ ഡ്യൂട്ടീസ് വരുമല്ലോ, അങ്ങനെ വന്നത് ചേർന്നു. അന്നത്തെ ദിവസം എനിക്ക് നല്ല ജലദോഷമുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചമ്മന്തിയായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം മാവ് ഓൾറെഡി ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ചമ്മന്തി അരയ്ക്കണം എന്നുള്ളൊരു പണിയല്ലേ ഉള്ളൂ എന്ന് കരുതി. പിന്നെ കാലത്ത് ഞാൻ ക്യാരറ്റ് ഉപ്പേരി ഉണ്ടാക്കാം, പിന്നെ ആദ്യം പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കണ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെയായിട്ട് ഇങ്ങനെ നീളനരിഞ്ഞിട്ട് പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കാറില്ല. പൊട്ടറ്റോ മെഴുക്ക് വരട്ടി പോലെ ഉണ്ടാക്കാറുണ്ട്. സംഭവം അതൊക്കെ തന്നെ. ഇത് ഇങ്ങനെ നീളനിടുമ്പോൾ വേറൊരു ടേസ്റ്റ്, ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അതാണ് കേട്ടോ ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ തലേ ദിവസം ചോറ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം പിള്ളേർക്ക് ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകാണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തായാലും ഫ്രഷ് ആയിട്ടുള്ള ചോറാണ് കേട്ടോ ഒക്കെ തിളപ്പിച്ചൂറ്റി മിക്കവാറും വെക്കാറില്ല. അപ്പം ഞാൻ തിളപ്പിച്ചൂറ്റി ചോറ് എന്നുവെച്ചാൽ ഉച്ചയ്ക്കുള്ള ചോറ് എനിക്കും അഭിചേട്ടനും കൊണ്ടുപോകാനായിട്ടുള്ള ചോറായിട്ട് അത്രയും കൊണ്ടുപോകാനുള്ളൂ. അപ്പം അത്രയും ചോറ് ആവശ്യമുള്ള ചോറ് എടുത്തിട്ടാണ് കേട്ടോ കഴുകിയിട്ട് തിളപ്പിച്ചൂറ്റാൻ വെച്ചു കേട്ടോ. അപ്പം ഞാൻ ഒരു കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയി. അപ്പോൾ ഞങ്ങൾ അടുത്തൊരു ചേച്ചി പറഞ്ഞായിരുന്നു നല്ല ഭംഗിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുതലാന്നൊക്കെ.
പക്ഷെ കൈകൊണ്ട് തന്നെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഈ മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാ. ഇത് സാധാരണ ഒരു മിക്സിയുടെ കൂടെ വരുന്നതാണ്, പ്രീതി സോഡിയാക്കിൻ്റെ കൂടെ വരുന്നതാ. അപ്പോൾ ഞാൻ കരുതി ഈ വീഡിയോയിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിൽ കൊണ്ടൊക്കെ കണ്ട നമുക്ക് നഷ്ടമില്ലല്ലോ എന്ന് കരുതി കേട്ടോ. അപ്പോൾ ഞാൻ ക്യാരറ്റ് ഉപ്പേരിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ക്യാരറ്റ് നമുക്ക് കുനുകുന അരിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ പീലർ വെച്ച് നമ്മുടെ തൊലി മാത്രം കളഞ്ഞു കൊടുത്ത് കഴുകി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഒരു 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ക്യാരറ്റ് ഇതേപോലെ നല്ല ഭംഗിയിൽ ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ക്യാരറ്റ് മാത്രമൊന്നല്ല, ക്യാരറ്റ്, കാബേജ്, ഏത് പച്ചക്കറി വേണമെങ്കിലും അരിയേ. വേറൊരു തരം ഒരു ബ്ലേഡും കൂടി ഉണ്ട് ഇതിന്. അത് നമുക്ക് സ്ലൈസ് ചെയ്തിട്ട് കിട്ടും. എന്താണെന്ന് വെച്ചാൽ ബിരിയാണിക്കൊക്കെ നമുക്ക് സവാളയൊക്കെ കുനുകുന അരിഞ്ഞ് കിട്ടില്ലേ, കുനുകുന അല്ല, നീളത്തിൽ നല്ല സ്ലൈസ് ചെയ്തിട്ട് നല്ല കനം കുറഞ്ഞിട്ട് അരിയാൻ. അതൊക്കെ നല്ല ഈസി ആയിട്ട് അരിയാൻ പറ്റും കേട്ടോ. കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതിപ്പോൾ നമ്മൾ കൈ കൊണ്ട് അരിയണമെന്നൊന്നുമില്ലാന്നേ, ഇത് വെച്ചിട്ട് അരിയാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് കൈ കൊണ്ട് ഇതേപോലെ നൈസായിട്ട് അരിയാൻ പറഞ്ഞാൽ എന്നെ കൊണ്ടൊന്നും പറ്റണ കാര്യമില്ല. ഞാൻ പരമാവധി മെഷീൻസിന് തന്നെ ഞാൻ ഉപയോഗിക്കുള്ളൂ കേട്ടോ. കാരണം ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിൽ തന്നെ ഇട്ടിട്ടാണ് ഞാൻ മാങ്ങ കൊത്തി അരിയാനായാലും സവാള കൊത്തി അരിയാനായാലും ഉപയോഗിക്കുക. കൈ തന്നെ വേണമെന്നില്ല. അങ്ങനെ അപ്പോൾ അത് നല്ല ഭംഗിയിൽ അരിഞ്ഞത് കൊണ്ട് ഞാൻ ക്യാരറ്റ് തോരൻ വയ്ക്കാൻ പോവാണ് കേട്ടോ. പുറത്തുള്ള അടുക്കളയിലാണ്, പുറത്തല്ല, നമ്മുടെ വർക്ക് ഏരിയയിലുള്ള കിച്ചണിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കുക്ക് ചെയ്യാം. മറ്റേതും കൂടി ശരിയാക്കണം. ആ സ്റ്റൗവിൻ്റെ ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്ത് റെഡിയാക്കണം. അങ്ങനെ അതെ 2 കറിയും ഒരേ സൈഡിൽ കൂടെ ആവുന്നുണ്ട്. പിന്നെ ദോശ ചൂടുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. കാരണം അറിയാലോ, സ്കൂൾ വർക്കിംഗ് ഡേ ആകുമ്പോൾ മക്കൾക്ക് മടിയുള്ള പോലെ തന്നെ അമ്മമാരൊരു ട്രാക്കിലോട്ട് വീഴണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി പാടാണെന്ന് അറിയാലോ. അയ്യടി ഞാൻ ഡ്രസ്സ് മാറട്ടോ. ചമ്മന്തി അബ്സൻ്റെ ചോറാക്കി വളരെ കുപ്പിയൊക്കെ കൊണ്ടുവച്ചേ ആദ്യം റെഡിയായി. ഞാൻ അപ്പോൾ കിച്ചണ് വൃത്തിയാക്കി ഇടുന്നുണ്ട്. പിന്നീട് ഇത്തേക്ക് വെക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഒരു ശീലം മാറ്റാമെന്ന് കരുതിയിട്ട് അപ്പോൾ ചെയ്യാനുള്ള പണികൾ അപ്പം ചെയ്യാം. ക്ലീൻ ചെയ്യാൻ പാത്രങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ കഴുകി വെക്കാമെന്നാണ് ഇപ്പം ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ. എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ ഞാൻ ബേസിനിലൊക്കെ എടുക്കുന്നതാണ് നല്ല പാത്രം, അതോടുകൂടെ തന്നെ കൈയോടെ കഴുകി വെക്കുകയാണ്. കാരണം ഞാനാണെന്ന് ആദ്യം കൊണ്ടുപോകാമെന്ന് വിചാരിച്ചത്. ആദ്യം അബ്ചേട്ടൻ കൊണ്ടുവിടാമെന്ന് കരുതിയത്. പക്ഷെ അവൻ്റെ ഫസ്റ്റ് ഡേ ഇൻ ഫസ്റ്റ് സ്കൂളാണ്. അപ്പോൾ അവനറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കരുതി ഞാൻ കാലത്ത് അവനെ കൊണ്ടുവന്നാക്കി അവിടെ ഇരുന്ന് പാരൻസിൻ്റെ കൂടിയുള്ള പ്രോഗ്രാം ആയിരുന്നു അവിടെ 11 മണിക്ക്. അപ്പോൾ പിന്നെ വന്ന് തിരിച്ചു പോകാൻ നിൽക്കണ്ട. അപ്പോൾ അവനെ കഴിഞ്ഞ് അവനും അതോടുകൂടെ അവനും കൂട്ടി തിരിച്ചു വരാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ പോകാൻ നിൽക്കുന്നത്. sopra dove che നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നിട്ടെന്ന് ദോശ മതി. നീ കഴിച്ചില്ലേ? ഗൈസിന് പറഞ്ഞു കൊടുത്തതാ. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളം കുപ്പിയില്ലേ ഒന്ന് ഫില്ല് ചെയ്തിട്ട് നമ്മൾ ബാഗിൽ വെച്ചോ.
എന്നിട്ടൊന്ന് ടാറ്റ. ചെരുപ്പിന്റെ ടാഗ് പൊട്ടിച്ച് അവിടെ ഇട്ടു അല്ലേ? ടാഗ് പൊട്ടിച്ചത് കളഞ്ഞ. നായി വരട്ടെ, നായി വരട്ടെ. അച്ഛൻ്റെ അനുഗ്രഹം മേടിച്ച വീട്. ഉച്ചയ്ക്കപ്പ അച്ഛൻ്റെ അവിടെ കേട്ടാ. അച്ഛേട്ടൻ ടാറ്റാ. അതിക്ക് ടെൻഷൻ ഉണ്ടാ? ഉണ്ടാ? എന്തിനാ? കുഴപ്പമില്ല, 2 ദിവസം ഉണ്ടാവുള്ളൂ. അങ്ങനെ ആദിയുടെ ഒരു പുതിയ സ്റ്റാർട്ടാണ് കേട്ടോ ഇവിടെ നിന്ന് തുടങ്ങുന്നത്. എന്താണെന്ന് വെച്ചാൽ ആദി 4ാം ക്ലാസ് വരെ വേറൊരു സ്കൂളിൽ പഠിച്ചിട്ട് 5ാം ക്ലാസ്സിൽ പുതിയൊരു സ്കൂളിൽ പുതിയൊരു അറ്റ്മോസ്ഫിയർ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ അവനത് ആക്സെപ്റ്റ് ചെയ്യാൻ എന്തായാലും ഒരു ആഴ്ചത്തോളം എടുക്കും, എനിക്കറിയാം. പക്ഷെ ഞാനത് അവനോട് പറയാനൊന്നും പോയിട്ടില്ല കേട്ടോ. അവൻ മാക്സിമം അത് കവറപ്പ് ചെയ്ത് വരും. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ നല്ല വെയിലായിരുന്നേ. പക്ഷെ ഞങ്ങൾ ക്ലാസ് റൂമിലൊക്കെ കയറി കഴിഞ്ഞപ്പോൾ നല്ലൊരു മഴ പെയ്തായിരുന്നു. പിള്ളേരെ നനയ്ക്കാനായിട്ട് പെയ്യണ ഒരു മഴയുണ്ടല്ലോ, അങ്ങനെ പിന്നെ അവിടെ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. കണ്ട പിള്ളേരുണ്ട് അവിടെ. LP കാരൊന്നും ഇറക്കിയിട്ടും കൂടി ഇല്ല. LP കാരൊക്കെ അവിടെ ബാൽക്കണിയിൽ അവിടെ അങ്ങനെ പിള്ളേരെ കാണാൻ വേണ്ടി ഇരുത്തിയിട്ടുണ്ടായിരുന്നു. കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കേട്ടോ. ടീച്ചേഴ്സിൻ്റെ വക ഡാൻസ്, കുഞ്ഞു പിള്ളേരുടെ വക ഡാൻസ്, പിന്നെ UP സെക്ഷൻ, ഹൈസ്കൂൾ സെക്ഷൻ, അങ്ങനെ ഓരോരുത്തരുടെ സെക്ഷൻ തിരിച്ചിട്ടുള്ള ഡാൻസുകളും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ വേറൊരു സ്കൂളിൽ മോളും ആദ്യം ഇത്രയും നാളും പഠിച്ചുകൊണ്ട് പുതിയൊരു സ്കൂളിലേക്ക് വന്നപ്പോൾ എനിക്ക് നല്ല ഡിഫറൻസ് ഫീൽ ചെയ്തായിരുന്നു കേട്ടോ. ഇവിടെ സിനിമാറ്റിക് ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സിനിമാറ്റിക് ഡാൻസ് എന്ന് പറയുമ്പോൾ നല്ല സോങ്സ്, ട്രെൻഡിങ് സോങ്സ് വെച്ചിട്ടായിരുന്നു. അവിടുത്തെ അച്ഛൻ നല്ല അടിപൊളി ഒരു വൈബുള്ള ഒരു അച്ഛനാണ് കേട്ടോ. അവിടുത്തെ പ്രിൻസിപ്പളായിട്ട് വരുന്ന ആളുടെ ഒരു പോസിറ്റീവ് എനർജി ആ സ്കൂളിൽ മൊത്തം എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അങ്ങനെ ആ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവനെ ഞങ്ങൾ 12:30 എൻ്റെ കസിനാണ് കേട്ടോ, എൻ്റെ അമ്മായിയുടെ മോളാണ്. ഇവളൊരാൾ കാരണമാണ് കേട്ടോ ഇവിടെ സെൻറ്റ് ജോസഫ് സ്കൂളിനെ പറ്റി ഞാൻ കൂടുതൽ അറിഞ്ഞതും മോനെ ഞാൻ ഇവിടെ ചേർത്താനുള്ളൊരു തീരുമാനം എടുത്തതും. അതൊരു പ്രത്യേക ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയതായിരുന്നു. അത് ഞാൻ പിന്നീട് പറയാമേ. സ്കൂളിൽ നിന്ന് നേരെ ഞങ്ങൾ പോയത് ഷോപ്പിലോട്ടാണ്. അപ്പോൾ അബ്ചേട്ടൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ ചോറൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറൊക്കെ കഴിച്ചിരിക്കും. അബ്ചേട്ടൻ പറഞ്ഞു, നീ അവനെ കൊണ്ടായി മുടി വെട്ടിക്ക് എന്ന് പറഞ്ഞു. അബ്ചേട്ടന് ഒഴിവുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനും ആദ്യം കൂടെ ഹെയർ കട്ടിങ്ങിന് വന്നേക്കാണ് കേട്ടോ. ഞങ്ങളുടെ കാലത്തോടെ തന്നെയുള്ള ഹെയർ കട്ടിങ് ഒരു സലൂണിലാണ് വന്നത്. അങ്ങനെ മുടിയൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുക. അബ്ചേട്ടൻ പറഞ്ഞു, KSF പോകേണ്ട ഒരാവശ്യമുണ്ട്, നീ പെട്ടെന്ന് തന്നെ തൃശ്ശൂർക്ക് വായോ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആമിക്ക് അന്ന് ബർത്ത്ഡേയുടെ ഡ്രസ്സ് മേടിക്കാനുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് പോകാമെന്ന് കേട്ടോ മനസ്സിലുണ്ടായിരുന്നേ. പക്ഷെ അത് നടന്നില്ല. ഞാൻ അവൻ്റെ ഹെയർ കട്ട് കഴിഞ്ഞ് അപ്പം തന്നെ ഞാൻ ആദീനെ വീട്ടിൽ കൊണ്ടുവന്നാക്കി ആമീനെടുത്ത് വീണ്ടും ഷോപ്പിലോട്ട് തിരിച്ചു വന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് കേട്ടോ കാറിൽ പോയത്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു എന്ന്. അങ്ങനെ ഞാൻ ആമീരുടെ അടുത്ത് ഓരോ വിശേഷങ്ങൾ ചോദിക്കാണ് കേട്ടോ. സ്കൂളിലത്തെയും അവളുടെ കുറേ ഫ്രണ്ട്സൊക്കെ ഇവളുടെ ക്ലാസ്സിൽ തന്നെ ഉണ്ട്. പക്ഷെ ലേറ്റ് ആയിട്ടാണ് സ്കൂളിലെത്തിയത്. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്നും ഇരിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഷമങ്ങളാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ അബ്ചേട്ടൻ ഞങ്ങളവിടെ ഇറക്കി കഴിഞ്ഞ് ഷോപ്പിൽ തിരിച്ചിറക്കി കേട്ടോ. ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ഷോപ്പിൽ തിരിച്ചിറക്കി. അബ്ചേട്ടൻ ഷോപ്പിൽ കയറിപ്പോയി. ഞങ്ങൾ പർച്ചേസിങ്ങിന് ഇറങ്ങിയിട്ടോ. കണ്ട ഡ്രസ്സൊക്കെ ആമിക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ്. പക്ഷെ ഒന്നും തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. മാത്രമല്ല അവൾ ഭയങ്കര തിന്നായിട്ടുള്ളല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അവൾക്ക് സ്യൂട്ടാവുന്ന ഡ്രസ്സുകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു നല്ല പുഴക്കുള്ള ഡ്രസ്സുകളായിരുന്നു. അതിട്ട് ഞങ്ങൾ ചേരുന്നുണ്ടായിരുന്നില്ല. മനസ്സിൽ തൃപ്തിയില്ലാണ്ട് ഞങ്ങൾ ശകുന്തളയിൽ കയറി. ശകുന്തളയിൽ നിന്ന് ഒരു ഡ്രസ്സ് കിട്ടി. അത് നോർമൽ ഒരു ഡ്രസ്സാണ്. അപ്പോൾ അവൾക്ക് പാട്ട് ക്ലാസ്സിലൊക്കെ ഇടാൻ പറ്റുന്ന ഡ്രസ്സ് പ്ലസ് ബർത്ത്ഡേക്ക് ഇടാനും പുതിയൊരു ഡ്രസ്സ് എന്നുള്ള ഉദ്ദേശം മാത്രമേ ഞങ്ങൾക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാനിപ്പൂരി കഴിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തലവേദന എടുക്കണ്ടായിരുന്നു അന്ന്. അപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് കയറിയതാ. ലാസ്റ്റ് പാനിപ്പൂരിയിലാണ് കേട്ടോ എത്തിയത്. എൻ്റെ ഫേവറേറ്റ് ഫുഡാണ്. നമുക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഫേവറേറ്റ് ഫുഡ് കഴിക്കല്ലേ നല്ലതെന്ന് കരുതി എൻ്റെ ഫേവറേറ്റ് ആണ്. എനിക്ക് എന്താണെന്ന് അറിഞ്ഞോളൂ, ഇപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് ആ ഫുഡിനെ പറ്റിയിട്ട് എനിക്ക് ഇതിനോടുള്ള ഇഷ്ടം ഒരിക്കലും കുറയുന്നില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. ആമി ഒരു ലസ്സിയൊക്കെ പറഞ്ഞു, ലസ്സിയൊക്കെ കുടിച്ചു. കഴിഞ്ഞ് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് വിട്ടു കേട്ടോ. പിന്നെ ഒരു സ്ഥലത്ത് ഞങ്ങൾ നിർത്തിയില്ല, നേരെ വീട്ടിലോട്ട് വിട്ടു. ഞങ്ങൾ വീട്ടിലെത്തി കുളിച്ചു. ഇനി ആദ്യനെ വിളിക്കാൻ പോവാ. ഒട്ടും റെസ്റ്റ് ഇല്ലാത്ത ദിവസം എന്നൊക്കെ പറയുന്നു. അങ്ങനത്തെ ഒരു ദിവസം ഇന്നലെ തൊട്ട് തുടങ്ങിയതാ. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് കിട്ടുന്നതെന്ന് വിചാരിച്ചേ. പക്ഷെ അതില്ല ടൈം.
വിളിക്കാൻ പോകുന്നത് ആദ്യം ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് വിളിക്കാനാണ് കേട്ടോ. ട്യൂഷൻ ക്ലാസ് ഏതാണെന്നറിയോ? അഭിച്ചേൻ്റെ വീട്ടിൽ തന്നെ, അഭിച്ചേൻ്റെ തറവാട്ടിലാണ്. ചേച്ചി ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കരുതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം അവൻ ഇതുവരെയായിട്ട് ഞാൻ ട്യൂഷൻ വിട്ടിട്ടില്ല. അപ്പോൾ അവൻ അവിടെ കൂട്ടത്തിലിരുന്ന് പഠിച്ചാലോ? അവനൊരു കോൺസെൻട്രേഷൻ ലെവൽ ഭയങ്കര കുറവാണ്. അവനെ പഠിക്കുക, നമ്മൾ കൂടെ ഇരുന്ന് അവൻ പഠിക്കും കേട്ടോ. മിടുക്കില്ലാണ്ടൊന്നല്ല, അവന് ഇച്ചിരി ഒരു മടിയുണ്ട്. അപ്പോൾ ഒന്ന് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് ഞാൻ അവനെ അവിടെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഡേ ആണ്, ട്യൂഷൻ ക്ലാസ്സിൽ മുന്നേ ഫസ്റ്റ് ഡേ ആണ് അവൻ്റെ. അങ്ങനെ ഞങ്ങൾ ആദ്യം കാണാണ്ട് ആദ്യം എത്തിച്ച് നോക്കാണ് കേട്ടോ. ചേച്ചി പറഞ്ഞു കേട്ടോ, നല്ല കുട്ടിയായിരുന്നു എന്ന് പറഞ്ഞു. ആദ്യം ഇന്ന് അധികം പഠിപ്പിച്ചൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ, അവർക്ക് സ്കൂളിലൊന്നും എടുത്ത് തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ നേരെ ആദ്യം വിളിച്ച് എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ അമ്മ നെയ്ച്ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്, വായോ വന്നിട്ട് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഞങ്ങൾക്ക് പിറ്റേ ദിവസം ഇവിടെ DYFIയുടെ പൊതിച്ചോറ് കൊണ്ടുപോകുന്ന ദിവസമായിരുന്നു. അപ്പോൾ എനിക്ക് വാഴല വേണമായിരുന്നു. എൻ്റെ ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ വാഴയിലൊന്നും ഇല്ല. അപ്പോൾ അവിടുന്ന് വാഴല മുറിച്ച് വയ്ക്കാൻ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എനിക്ക് എടുക്കണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ട് പോയിട്ടോ. അങ്ങനെ അവിടെ ചെന്ന് എല്ലാവരും കൂടി ഇരുന്ന് ആ ഉള്ള നെയ്ച്ചോറ് ഞങ്ങൾ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ. ആമി കഴിച്ചില്ല, ആമിക്ക് വയറ് നിറഞ്ഞിട്ടിരിക്കണേ വേണ്ട എന്ന് പറഞ്ഞിട്ട് ആമി കഴിച്ചില്ല. എനിക്കും വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അമ്മ കൊണ്ട് തന്നതല്ലേ എന്ന് കരുതി ഞാനും കഴിച്ചു കേട്ടോ. ആമി കഴിച്ചില്ല. ഞാൻ പറഞ്ഞു ആമി വീട്ടിൽ പോയിട്ട് എനിക്ക് കുക്ക് ചെയ്യാൻ വയ്യ, ആമി കഴിച്ചോ എന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ അവള് ഉച്ചയ്ക്ക് നന്നായി കഴിച്ചു. അവൾക്ക് തീരെ വിശപ്പുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നിർബന്ധിക്കാൻ നിന്നില്ല. ആമി Hi Dad, how are you? നാളെ പൊതിച്ചോറ് കൊടുക്കണ്ടല്ലേ? This is the item from Kuchiyal. This is the item from Kundil. ആമിയുടെ തക്കോടുകൂടി ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇനി മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.